ഓക്കെ, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇംഗ്ലീഷ് ആണ് നമുക്ക്. എല്ലാവരും റെഡി അല്ലേ? അത് മറ്റേ സ്ക്രീൻ കാണില്ലേ? അത്രയും പേരുണ്ടാവുള്ളൂ. അപ്പോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? സ്മിത, സ്ട്രക്ചർ കോൺവെർസേഷൻ പറഞ്ഞ് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അതായിരുന്നു അല്ലെ? അപ്പോ പിന്നെ സിംഗുലർ സബ്ജക്റ്റിനെ വെർബിനെ സിംഗുലർ ഫോമിലാക്കുന്ന അതിന്റെ മെത്തേഡൊക്കെ പറഞ്ഞു. അതായത് ഒരു വേസ് ഓഫ് ഫോമിങ് പ്ലൂറൽ അല്ലെ? എങ്ങനെ ഒരു സിംഗുലർ ആയിട്ടുള്ള പദത്തെ നമുക്ക് എങ്ങനെ പ്ലൂറലാക്കി മാറ്റാം, ആ നിയമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇന്ന് നമ്മള് മിക്കവാറും ഒരുവിധം പോർഷൻസ് ഒക്കെ നിങ്ങളുടെ കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് ടെൻസുകൾ അത് മുഴുവൻ നമുക്ക് പറഞ്ഞു തന്നാലേ നമുക്കൊന്ന് റിവൈസ് ചെയ്യണം അത്. പിന്നെ ടെൻസ്, അടുത്തതാണ് മോഡൽ ഓക്സിലിയറീസ് പറഞ്ഞു തന്നില്ല നിങ്ങൾക്ക്. പിന്നെ കോൺകോഡ് അതും പറഞ്ഞതല്ലേ? പറഞ്ഞതാണ് അല്ല, ഞാൻ ചോദിക്കണ വേറൊന്നുമല്ല, നിങ്ങളുടെ ഒരു കുറച്ച് റിലവന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തുനിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കണം. അതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പറഞ്ഞതാണോ? ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് പറഞ്ഞു തന്നില്ല അത്? പിന്നെ യൂസസ് ഓഫ് ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾസിന്റെ ഉപയോഗം അതും പറഞ്ഞിട്ടുള്ളതാണോ? പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഭാഗങ്ങൾ ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയില്ലായിരുന്നു സാറ്. സ്ട്രക്ചറോ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു. ഓ യെസ്, സബ്ജക്ട് പ്ലസ് ഇൻട്രാൻസിറ്റീവ് വെർബ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. റൈറ്റ്. അത് മുഴുവനാക്കിയിട്ടില്ല നമ്മളല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കോൺവെർസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളുടെ ഘടനയെ കുറിച്ചാണ് പറഞ്ഞത്. പാറ്റേൺ ഓർ സ്ട്രക്ചേഴ്സ് ഓഫ് സെന്റൻസസ് അല്ലെ? അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസിറ്റീവ് വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ സബ്ജക്ട് പ്ലസ് ട്രാൻസിറ്റീവ് വെർബ് പ്ലസ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നല്ലോ അല്ലേ? ഒരു വാക്യത്തിൽ ചില സാഹചര്യങ്ങളിൽ രണ്ട് ഓബ്ജക്ട്സ് ഉണ്ടായിരിക്കും. അതിലൊന്ന് ഡയറക്റ്റ് ഓബ്ജക്റ്റ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. എങ്ങനെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാനാണ്. സ്മിത ലൈക്സ് മാംഗോസ്. സ്മിത ലൈക്സ് മാംഗോസ്. സ്മിത മാംഗോസ് ഇഷ്ടപ്പെടുന്നു അല്ലെ? അപ്പോ ലൈക്സ് എന്ന ആ വെർബിനോട് വാട്ട് എന്ന് ചോദിക്കുകയാണ്. സ്മിത ലൈക്സ് വാട്ട്?
ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് ലഭിക്കുന്നത് മാംഗോസ് എന്നാണ്. അപ്പൊ മാംഗോസ് ആണ് അതിലെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അതുപോലെ വെർബിനോട് നിങ്ങൾ വാട്ട് എന്നോ whom എന്നോ ചോദിച്ചാൽ കിട്ടുന്ന ആ ഉത്തരമാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. എന്താണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് എന്നോ അല്ലെങ്കിൽ whom എന്നോ ചോദിച്ചാൽ കിട്ടുന്ന ആ ഉത്തരത്തെയാണ് നമ്മൾ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണത്. യെസ്, ആ സ്ട്രക്ചേഴ്സ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് അടുത്തായിട്ട് നിങ്ങളോട് പറയാം. അതിനു മുമ്പായി ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച മറ്റൊരു ഭാഗം ഇതാണ്. സം കോമൺ എറേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷില് സാധാരണ നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ വരുത്തി വെക്കുന്ന ചില തെറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. നോക്കൂ, ഇത്രയും നാള് നിങ്ങൾ ഈ ഗ്രാമർ പഠിച്ചിട്ട് അതിലെ ആ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റൂ എന്നൊരു പരീക്ഷണം കൂടിയാണ്. എക്സാമ്പിൾ ഇതാണ്. He went home for holidays last week. He went to home for holidays last week. ഈ വാക്യത്തില് എന്താണ് മിസ്റ്റേക്ക്? ഞാനിതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ വാക്യത്തിലെ എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയൂ? He went, W-E-N-T, went to home. He went to home for holidays last week. അതിലെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ പല ആളുകൾക്കും വരാറുള്ള, നമുക്ക് എല്ലാ ആളുകൾക്കും സംഭവിക്കാറുള്ള ഒരു മിസ്റ്റേക്ക് ആണത്. went to home എന്ന് പറയാൻ പാടില്ല. he went home. he went home for holidays last week. അതിനൊരു കാരണം ഉണ്ട് അങ്ങനെ പറയാൻ. ഹോം എന്ന വേർഡ് ആഡ്വർബ് ആണ്, അതായത് ഒരു ക്രിയാവിശേഷമാണ്. അങ്ങനെ ആഡ്വർബ്സിന് മുന്നിലായിട്ട് ടു, അറ്റ്, ഓൺ എന്നിങ്ങനെയുള്ള പ്രപ്പോസിഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് he went home for holidays last week എന്നേ പറയാവൂ. ഒഴിവ് ദിവസമായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അവൻ വീട്ടിൽ പോയി. നമ്മള് മലയാളത്തിൽ ചിന്തിക്കുമ്പോ വീട്ടിലേക്ക് പോയി എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ സാധാരണ. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ അത് എഴുതുമ്പോ he went to home എന്ന് പറയേണ്ട ആവശ്യമില്ല. he went home because the word home is adverb. ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം നിങ്ങളോട് ഞാൻ മലയാളത്തിൽ ചോദിക്കുകയാണ്. എന്റെ സഹോദരി വിദേശത്ത് ജോലി ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെ പറയും ഈ വാക്യം? എന്റെ സഹോദരി വിദേശത്ത് ജോലി ചെയ്യുന്നു. പറയാമോ? സഫിയ, എന്റെ സഹോദരി വിദേശത്ത് ജോലി ചെയ്യുന്നു. ഷീബ പറയാം. എന്റെ സഹോദരി വിദേശത്ത് ജോലി ചെയ്യുന്നു. മൈ സിസ്റ്റർ വർക്ക്സ്. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ടതാണ്. മൈ സിസ്റ്റർ വർക്ക് എന്ന് പറയാൻ പാടുണ്ടോ? വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോഴും ജോലി ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അവിടെയും നിങ്ങളെ ഞാൻ നേരത്തെ പഠിപ്പിച്ച ആ ടെൻസുകൾ ഓർമ്മറിയാൻ വേണ്ടിയിട്ട്. My sister is working abroad. Yes, my sister is working Abroad. abroad. നോക്കാം, ഞാൻ ഈ വാക്യം നിങ്ങളോട് ചോദിക്കാൻ കാര്യം ഹോം പോലെ തന്നെ HOME ഹോം എന്നതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് എബ്രോഡ്. വിദേശത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഇൻ എ ഫോറിൻ കൺട്രി. അപ്പോ മൈ സിസ്റ്റർ ഇസ് വർക്കിംഗ് എബ്രോഡ്. ആ ടെൻസുകൾ നിങ്ങൾ ഓർക്കണം. ടെൻസുകൾക്കാണ് ഏറ്റവും പ്രാധാന്യം, അല്ലെ? ഇപ്പൊ സ്മിത ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ പറയും? നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മിക്കേണ്ടി വരും. അപ്പോഴേ നമുക്ക് എറേഴ്സ് മനസ്സിലാവുള്ളൂ. ശരിയായ രീതിയിൽ Smita is studying English. സ്മിത is Studying English. നോ. സ്മിത ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. Listening. Smita is listening English class. അപ്പൊ സ്മിത ഈസ് ലിസണിങ് ടു ഇംഗ്ലീഷ് ക്ലാസ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ലിസൺ എന്ന വേർഡ് സാധാരണ ING ഫോമിൽ ഉപയോഗിക്കാറില്ല. അപ്പോ നമ്മൾ എങ്ങനെ ആ വാക്യം പറയും? അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നിങ്ങൾ പറയേണ്ടത്. സ്മിത ലിസൺസ് ടു ഇംഗ്ലീഷ് ക്ലാസ്. കറക്റ്റ്. ഒന്ന് ഓർക്കാം. നെക്സ്റ്റ് അടുത്ത ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാണ്. അതിലെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ നോക്കാം. ഞാൻ പറഞ്ഞുതരാം. നോക്കാം. ഷീബ ബോട്ട് എ കാർ ടുഡേ മോർണിംഗ്. ഷീബ ബോട്ട് എ കാർ ടുഡേ മോർണിംഗ്. മോർണിംഗ് വേണോ സാർ? എന്തോ? സ്മിത ബോട്ട് എ കാർ ശരി. ടുഡേ. നോക്കാം, ഞാൻ പറയാം. സ്മിത ബോട്ട് എ കാർ ടുഡേ മോർണിംഗ്. അത് വലിയൊരു മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. ടുഡേ മോർണിംഗ് എന്നുള്ളത് മാറ്റാം. ഇന്ന് രാവിലെ എന്ന് നമ്മൾ എങ്ങനെ പറയും? ഇന്ന് രാവിലെ എന്ന് പറയാം. ദിസ് മോർണിംഗ് എന്നേ പറയാവൂ. അപ്പൊ ആ വാക്യം ശരിയായ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? സ്മിത bought a car this morning. അപ്പോ അവര് ഇന്ന് രാത്രിയിൽ ഒരു സിനിമ കാണും. അവര് ഇന്ന് രാത്രി ഒരു സിനിമ കാണും. എങ്ങനെ പറയും? എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവര് ഇന്ന് രാത്രി ഒരു സിനിമ കാണും. They will cinema tonight. They will see. കണ്ടാ, ഇവിടെ ടെൻസും അതോടൊപ്പം തന്നെ മിസ്റ്റേക്കും കൂടിയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അവര് ഇന്ന് രാത്രി ഒരു സിനിമ കാണും. അപ്പൊ നമ്മൾ പറയാം they will see a movie tonight. ഇന്ന് രാത്രി എന്നുള്ളതിന് നിങ്ങൾ എന്താ പറയേണ്ടത്? tonight. അപ്പോ ഇന്നലെ രാത്രി അവർ ഒരു സിനിമ കണ്ടു എന്ന് നമ്മൾ എങ്ങനെ പറയും? നിങ്ങൾ ആദ്യം തന്നെ ടൈം ഫ്രേസ് ആദ്യം ഉപയോഗിക്കണ്ട. സാധാരണ നമ്മൾ സെന്റൻസ് പറയുമ്പോ സബ്ജക്ട്, വെർബ്, ഓബ്ജക്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞ് ശീലിക്കാം. They saw a movie yesterday night. yesterday night എന്ന് പറയരുത്. ഇന്നലെ രാത്രി എന്ന് ഇംഗ്ലീഷിൽ പറയണത് ലാസ്റ്റ് നൈറ്റ് എന്നാണ്. They saw a movie last night. ഉണ്ടോ? അപ്പൊ നോക്കാം നിങ്ങള്. ഇന്ന് രാവിലെ ഇന്ന് നമ്മൾ എങ്ങനെ പറയും? this morning. അപ്പൊ ഇന്നലെ രാവിലെ എന്ന് നിങ്ങൾ എങ്ങനെ പറയും?
ലാസ്റ്റ് മോർണിംഗ്. morning. യെസ്റ്റർഡേ മോർണിംഗ് എന്ന് പറയരുത്. ഇന്ന് രാത്രി എന്നങ്ങനെ പറയും. ടു നൈറ്റ്. ഉണ്ടോ? ടു നൈറ്റ് എന്നേ പറയാവൂ. നെക്സ്റ്റ് അടുത്തൊരു സെന്റൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സുകൾ ഉണ്ട്. മലയാളത്തിലാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സുകൾ ഉണ്ട്. We have classes. ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്നാണ് നമുക്ക് പറയേണ്ടത്. ദിസ് ആഫ്റ്റർനൂൺ എന്നേ പറയാവൂ. We have classes this afternoon. Today afternoon എന്ന് പറയരുത്, this afternoon എന്നാണ് പറയേണ്ടത്. സരിക അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു വാക്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അതിലെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. മൈ ഫാദർ വിൽ വിസിറ്റ് മീ ടുഡേ ഈവനിങ്. മൈ ഫാദർ വിൽ വിസിറ്റ് മീ ടുഡേ ഈവനിങ്. This evening. This evening. ഓക്കെ. അപ്പൊ ദിസ് ഈവനിങ് എന്നാക്കി മാറ്റണം. മൈ ഫാദർ വിൽ വിസിറ്റ് മീ ദിസ് ഈവനിങ് എന്ന് എഴുതാവൂ. ടുഡേ ഈവനിങ് എന്ന് പറയരുത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മോർണിംഗ് ഇന്ന് രാവിലെ എന്ന് ആ അർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദിസ് മോർണിംഗ് എന്നാണ്. ഇന്ന് രാത്രി എന്ന അർത്ഥത്തിൽ അർത്ഥം കിട്ടാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ടു നൈറ്റ് എന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്ന ആ അർത്ഥം കിട്ടാൻ ദിസ് ആഫ്റ്റർനൂൺ. കണ്ടോ? ഈ വാക്കുകൾക്കൊക്കെ ഒന്നും ടുഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ എന്നൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരം എന്ന് പറയാൻ നമ്മൾ ദിസ് ഈവനിങ് എന്നേ പറയാവൂ, അല്ലെങ്കിൽ ടുഡേ ഈവനിങ് എന്ന് പറയരുത്. ഇതൊരു കോമൺ മിസ്റ്റേക്ക് ആണ്. നോക്കാം. അപ്പൊ ഇന്നലെ രാത്രി എന്ന് പറയാൻ നിങ്ങൾ എങ്ങനെ പറയൂത്? ഇന്നലെ രാത്രി, Last night. മനസ്സിലായോ? നെക്സ്റ്റ് ഞാൻ അടുത്തൊരു സെന്റൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം നമ്മളിപ്പോ ഈ ഗ്രാമർ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു മേജർ പോർഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, ഇതിന് ആൻസർ നിങ്ങൾ പറയാം. നോക്കാം. ഞാനൊരു സെന്റൻസ് പറയാം. The headmaster left to Bangalore in the evening. The headmaster left to Bangalore in the evening. അതിലെ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് പറയാമോ? അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക. ലീവ് എന്ന വേർഡിലെ LEAVE, ലീവ് എന്ന് പറഞ്ഞാൽ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ പുറപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. ലീവിന് ശേഷം എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഫോർ എന്നായിരിക്കണം. അപ്പൊ ആ വാക്യം എങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ പറയും? The headmaster left for Bangalore this evening. ഇത് ചില വെർബ്സിന് ശേഷം ചില പ്രപ്പോസിഷൻസ് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പൊ ഈ വാക്യം ചോദിക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെയുള്ള വെർബ്സ് ധാരാളം ഉണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ. അത് ക്ലാസിന്റെ അവസാനം പറയാം, അതായിരിക്കും നല്ലത്. അപ്പൊ ദ ഹെഡ് മാസ്റ്റർ ലെഫ്റ്റ് ടു ബാംഗ്ലൂർ ദിസ് ഈവനിങ് എന്ന് പറഞ്ഞ വാക്യം തെറ്റാണ്. ആ വാക്യം നമ്മൾ എങ്ങനെ ശരിയായ രീതിയിൽ പറയും? ദ ഹെഡ് മാസ്റ്റർ ലെഫ്റ്റ് ഫോർ ബാംഗ്ലൂർ ദിസ് ഈവനിങ്.
ഉണ്ടോ? ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചെയ്യാം. സഫിയ നാളെ ബാംഗ്ലൂർക്ക് പുറപ്പെടും. ലീവ് ഉപയോഗിച്ചുകൊണ്ട് പറയണം നിങ്ങൾ. സഫിയ നാളെ ബാംഗ്ലൂർക്ക് പുറപ്പെടും, അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോവും. വിൽ ഗോ എന്ന് നമുക്ക് പറയാം, പക്ഷെ അതിനേക്കാൾ ആകർഷകമായിട്ടുള്ള സെന്റൻസ് ആണ് ലീവ് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. കുറച്ചുകൂടി ആകർഷകമായിരിക്കും. നമ്മളെങ്ങനെ പറയും? സഫിയ നാളെ ബാംഗ്ലൂർ. Sophia will യെസ്, leave Bangalore സഫിയ വിൽ ലീവ് for ഫോർ. ലീവ് ടു എന്ന് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ലീവ് ഫോർ ബാംഗ്ലൂർ ടുമോറോ, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടും എന്ന അർത്ഥത്തിൽ നമ്മൾ ലീവ് ഉപയോഗിക്കുമ്പോൾ ഫോർ എന്ന ആ പ്രൊപ്പോസിഷനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ സ്മിത ഇന്ന് വൈകിട്ട് അമേരിക്കയ്ക്ക് പുറപ്പെടും. എങ്ങനെ പറയും സ്മിത? വിൽ സ്മിത വിൽ arrive ലീവ്, അല്ലേ? ലീവ് അമേരിക്ക അമേരിക്ക ഇന്ന് വൈകിട്ട്. ഈവനിങ്. സ്മിത വിൽ ലീവ് ഫോർ അമേരിക്ക ദിസ് ഈവനിങ്. ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഏത് വാക്യം വേണമെങ്കിലും നമുക്ക് അതുപോലെ കൺസ്ട്രക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോ രഹന നാളെ രാവിലെ ലണ്ടനിലേക്ക് പുറപ്പെടും. രഹന നാളെ രാവിലെ ലണ്ടനിലേക്ക് പുറപ്പെടും. ഈ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞ വേഗത്തിൽ. സെന്റൻസ് കൺസ്ട്രക്ഷൻ ആണ്, അതിൽ മിസ്റ്റേക്ക് കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. രഹന will leave for ലണ്ടൻ this evening. അല്ല, നാളെ രാവിലെ, നെക്സ്റ്റ് മോർണിംഗ് അല്ലെ? രഹന വിൽ ലീവ് ഫോർ ലണ്ടൻ നെക്സ്റ്റ് മോർണിംഗ്. അപ്പൊ ലീവ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ലീവിന് ശേഷം ഫോർ എന്ന പ്രൊപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ടു ഒരിക്കലും ഉപയോഗിക്കരുത്. നോക്കാം. അടുത്തത് നിങ്ങൾ പഠിച്ചതുമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ആ ഇൻഫർമേഷനിൽ നിന്നാണ് ചോദിക്കുന്നത്. ഞാനൊരു വാക്യം പറയാണ്. ദ സൺ റൈസ്, RISE, റൈസ് ഇൻ ദ ഈസ്റ്റ് എവറി മോർണിംഗ്. ദ സൺ റൈസ് ഇൻ ദ ഈസ്റ്റ് എവറി മോർണിംഗ്. ഇതിലെ മിസ്റ്റേക്ക് എന്താണ്? the sun rises എന്നാണോ? വെരി ഗുഡ്. അതാണ് നിങ്ങളെ പഠിപ്പിച്ചത് എത്രത്തോളം ഓർമ്മിക്കുന്നു എന്നറിയാനുള്ള ഒരു പരിശോധന കൂടിയാണത്. ദ സൺ റൈസസ്. എന്താ അങ്ങനെ പറയാൻ കാരണം? റൈസസ് എന്ന് പറയാൻ കാരണം എന്താണ്? Do you remember the rule behind this? സബ്ജക്ട് സിംഗുലർ. സബ്ജക്ട് സിംഗുലർ ആണ്. അപ്പൊ നമ്മള് റൈസസ് ഉപയോഗിക്കണം. അപ്പൊ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എവറി മോർണിംഗ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങള് സൂര്യൻ എല്ലാ ദിവസവും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് വേഗത്തിലൊന്ന് പറഞ്ഞേ. എല്ലാവർക്കും പറയാം. ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്ന രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഷീബ പറയാമോ? നോ റിപ്ലൈ. എന്നാൽ ആരെങ്കിലും പറയാ? ശരണ്യ. സൂര്യൻ എല്ലാ ദിവസവും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നമ്മൾ എങ്ങനെ പറയും? The sun sets in the west every morning. SETS, Sets in the west every morning.
എവരി ഈവനിങ്, മോർണിംഗ് അല്ല. സൂര്യൻ എല്ലാ ദിവസവും പടിഞ്ഞാറ് അസ്തമിക്കുകയല്ലേ ചെയ്യണത്. നോക്കാം. The sun sets in the west every evening. അല്ലേ? അടുത്തൊരു വാക്യം നിങ്ങളോട് ചോദിക്കണം, അതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കട്ടെ. He don't know English. He don't know English. He doesn't know English. Very good. അതെ, നിങ്ങൾ എന്തായാലും ഓർമ്മിക്കേണ്ടത് he doesn't know English. അല്ലെ? എന്താ doesn't എന്ന് ഉപയോഗിക്കാൻ കാര്യം? കലൻ പറയാമോ? നോ. എന്നാ സ്മിത പറയാ. He doesn't know English എന്നുള്ള വാക്യമാണ് ശരി. എന്താണ് അവിടെ doesn't എന്ന് ഉപയോഗിക്കാൻ കാര്യം? സാറേ ഓ സബ്ജക്ട് ആണ് ഉപയോഗിക്കേണ്ടത്. He doesn't know English അല്ലെ? അപ്പൊ he doesn't know English, അവന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ അവൻ പള്ളിയിൽ പോകാറില്ല എന്നപ്പോ നമ്മൾ എങ്ങനെ പറയും? അതെങ്ങനെ പറയാം? He doesn't go to church. He doesn't go to church അല്ലെ? അതുപോലെ കോൺവെർസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കുക. അതിലുള്ള മിസ്റ്റേക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞ് ഇപ്പൊ ശീലിക്കുന്നത്. സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരാം വേറെ. നെക്സ്റ്റ് അടുത്തൊരു സെന്റൻസ് ആണ് I congratulated him. I congratulated him for his success in the exam. I congratulated him for his success in the exam. എന്താണ് ഈ വാക്യത്തിലെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുക. കൺഗ്രാജുലേറ്റ് എന്ന വാക്കിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രൊപ്പോസിഷൻ ഓൺ എന്നായിരിക്കണം. അപ്പൊ ആ വാക്യം നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ പറയാം? ഐ കൺഗ്രാജുലേറ്റഡ് ഹിം ഓൺ ഹിസ് സക്സസ് എന്നേ പറയാവൂ. ഓൺ ഹിസ് സക്സസ് ഇൻ ദ എക്സാം. ഐ കൺഗ്രാജുലേറ്റഡ് ഹിം ഓൺ ഹിസ് സക്സസ് ഇൻ ദ എക്സാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ലീവ് എന്ന വാക്ക് കഴിഞ്ഞാൽ ഫോർ എന്നായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊപ്പോസിഷൻ. എന്നതുപോലെ കൺഗ്രാജുലേറ്റ് എന്ന വാക്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ ഓൺ എന്നായിരിക്കണം. ഉണ്ടോ? സെന്റൻസ് ഐ കൺഗ്രാജുലേറ്റഡ് ഓൺ ഹിസ് എന്നാണോ? ഐ കൺഗ്രാജുലേറ്റഡ് ഹിം ഓൺ ഹിസ് സക്സസ്. ഓൺ ഹിസ് സക്സസ് in the exam. അപ്പോ കൺഗ്രാജുലേറ്റ് ഓൺ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ആ വാക്യം ശരിയായ രീതിയിൽ നമ്മൾ എങ്ങനെ എഴുതാം? I congratulated him on his success in the exam. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങളോട്. He eats breakfast at 8 o'clock every morning. He eats breakfast at 8 o'clock in the morning. എന്താണ് അതിലെ മിസ്റ്റേക്ക്? നിങ്ങൾക്ക് ആ വാക്യം കേട്ടിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ
നമ്മൾ ടേക്ക് എന്ന വെർബാണ് ഉപയോഗിക്കേണ്ടത്. അതായത് he takes his lunch, he takes his breakfast, he takes his supper എന്നേ പറയാവൂ. അപ്പൊ ഈ വാക്യത്തിലെ മിസ്റ്റേക്ക് എന്താണ്? he takes breakfast at 8 o'clock every morning. അപ്പൊ നമ്മള് സ്മിത എല്ലാ ദിവസവും 1 മണിക്ക് ലഞ്ച് കഴിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? സ്മിത ഒരാളുള്ളൂ. സ്മിത takes lunch at 1 o'clock. എവരി ഡേ എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാ ദിവസവും. അപ്പൊ സ്മിത takes lunch at 1 o'clock every day. അല്ലേ? അതുപോലെ ശരണ്യ 8 മണിക്ക് അത്താഴം കഴിക്കുന്നു. വൈകിട്ട് 8 മണിക്ക് അത്താഴം കഴിക്കുന്നു. എങ്ങനെ പറയും? ശരണ്യ takes dinner takes supper at 8 o'clock. അല്ലെങ്കിൽ at 8 എന്ന് പറഞ്ഞാലും മതി. at 8 in the evening. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും സപ്പർ ആണെങ്കിലും എന്തും ആയിക്കോട്ടെ, അത് കഴിക്കുന്നു എന്ന് പറയാൻ ഇംഗ്ലീഷിലെ ശൈലി ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ടേക്ക് ലഞ്ച്, ടേക്ക് സപ്പർ, ടേക്ക് ഡിന്നർ എന്നേ ഉപയോഗിക്കാവൂ. ഈറ്റ്സ് എന്ന് പറയരുത്. ഓക്കെ. കണ്ടോ? നെക്സ്റ്റ് അടുത്ത ഒരു സെന്റൻസ് ആണ്. അതിലെ മിസ്റ്റേക്ക് എന്താണ് അത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ചിൽഡ്രൻ ഈസ് ഇൻ ദ ഹോസ്റ്റൽ നൗ. ചിൽഡ്രൻ ഈസ് ഇൻ ദ ഹോസ്റ്റൽ നൗ. എന്താണ് ആ വാക്യത്തിലെ മിസ്റ്റേക്ക്? ചിൽഡ്രൻ ആർ. യെസ്, അത് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം ഇവിടെ ചിൽഡ്രൻ എന്ന സബ്ജക്ട് പ്ലൂറലാണ്. അപ്പൊ നിങ്ങൾ ആറെന്ന് ഉപയോഗിക്കണം. നെക്സ്റ്റ്, ഹൗ മെനി ബ്രദേഴ്സ് യു ഹാവ്? ഹൗ മെനി ബ്രദേഴ്സ് യു ഹാവ്? ഇത് നിങ്ങൾ ആദ്യത്തെ ആ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഹൗ മെനി ആൻഡ് ഹൗ മച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്യ രൂപീകരണം. അപ്പൊ ഹൗ മെനി ബ്രദേഴ്സ് യു ഹാവ്, അതിലെ മിസ്റ്റേക്ക് എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. സരിക അല്ലേ, പറയൂ. How many brothers do you have? How many brothers കഴിഞ്ഞാൽ പിന്നെ നിങ്ങള് ഓക്സിലിയറി വെർബ് ഉപയോഗിക്കണം. ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു അല്ലെങ്കിൽ ഡു യു ഹാവ്. ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു. അപ്പൊ നിങ്ങൾക്ക് എത്ര സഹോദരന്മാരുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു. കണ്ടോ? നിങ്ങൾക്ക് എത്ര കാറുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കുമോ? How many cars you have? How many cars have you? You have എന്ന് പറയരുത്. Have you? How many cars have you? Sir, do you have എന്ന് പറഞ്ഞാലും അത് ഓക്കേ ആണോ? Do you have എന്നുള്ള പ്രയോഗം ശരിയാണ്. പക്ഷെ നമ്മൾ സാധാരണ സ്പോക്കൺ ലാംഗ്വേജിൽ, സംസാര ഭാഷയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഹാവ് യു എന്നാണ്. ഹൗ മെനി ബ്രദേഴ്സ് ഹാവ് യു? ഹൗ മെനി സിസ്റ്റേഴ്സ് ഹാവ് യു?
How many friends have you? അപ്പൊ ഈ ഹാവ് യു എന്ന അത് ഉപയോഗിച്ചുകൊണ്ട് സ്മിത ഒരു ചോദ്യം എന്നോട് ചോദിക്കാമോ? അർത്ഥാണോ? ആ ചോദിക്കാം. ഹൗ മെനി അർത്ഥാണോ? How many are there? How many members will there be? No. How many peoples are going to? How many peoples എന്ന് പറയരുത്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ്, പ്ലൂറൽ ആണത്. അപ്പൊ ഹൗ മെനി പീപ്പിൾ Are ഹാവ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഉണ്ടോ എന്ന അർത്ഥം കിട്ടുന്ന ചോദ്യം ചോദിക്കേണ്ടത്. how many peoples നിങ്ങൾ എത്ര ജനങ്ങളെ കണ്ടു have you? ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കും? ഹൗ മെനി പീപ്പിൾ have you seen? No, how many people have you seen there? No. How many students സാറിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ? ഹൗ മെനി സ്റ്റുഡൻസ് ആർ അങ്ങനെ ചോദിച്ചൂടെ സാർ? ചോദിക്കാം. നിങ്ങൾ ചോദിച്ച നല്ല ചോദ്യമാണ്. ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് അല്ലെ? ആ ചോദ്യം നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേർ? ആർ ദർ. കണ്ട, ആർ ദർ. ദർ ആർ എന്ന് പറയരുത്. ഹൗ മെനി സ്റ്റുഡൻസ് കഴിഞ്ഞാൽ ഓക്സിലിയറി ആയിട്ടുള്ള ആർ ഉപയോഗിക്കുക. ഈ ഹാവ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ യുവർ ക്ലാസ് അല്ലേ? ആ മൈതാനത്ത് എത്ര കാറുകളുണ്ട്? ആ മൈതാനത്ത് എത്ര കാറുകൾ ഉണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കും? ഹൗ മെനി കാർ? How many cars many cars are are there? parked How many cars are there in the ground? In the ground അല്ലെ? അപ്പൊ സ്മിതയുടെ വീട്ടിൽ എത്ര പശുക്കളുണ്ട് ഞാൻ ചോദിക്കുകയാണ്. ആ ചോദ്യം എങ്ങനെ സ്മിതയോട് നമുക്ക് ചോദിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ? ഹൗ മെനി കൗസ് ഹാവ് യു? How many cows are there in Smita's house? അല്ലെ? How many cows are there in Smita's house? അപ്പൊ അതാണ് ഹൗ മെനി ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അപ്പൊ അടുത്തത് അടുത്തൊരു സെന്റൻസ് പറയാണ്. അതിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മളങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മിസ്റ്റേക്ക് മനസ്സിലാവണം, ശരിയായ ഇംഗ്ലീഷ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം. ഐ ആം വാച്ചിങ് എ മൂവി ഇൻ ടെലിവിഷൻ. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയണെന്താ? ടിവിയിൽ ഞാൻ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയണത്. പക്ഷെ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെ പറയും? ഓൺ ടെലിവിഷൻ ആണോ? ഓൺ ടെലിവിഷൻ എന്നേ പറയാവൂ. ഹലോ, ഓൺ റേഡിയോ, ഓൺ ടെലിവിഷൻ. അപ്പൊ ആ വാക്യം ഒന്ന് പറയാമോ സഫിയ? I am watching a movie on television. Very good. I am watching a movie on television. No. Okay. Next, അടുത്തതാണ് ദൂരദർശൻ had telecasted the cricket match. ദൂരദർശൻ had telecasted the cricket match. അതിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? Had telecasted വേണ്ട. had telecasted എന്ന് പറയാം. പക്ഷെ അവിടെ telecasted എന്ന് നമ്മൾ ഉപയോഗിക്കരുത്. കാരണം telecast എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും telecast എന്ന് തന്നെയാണ്.
ചില വാക്കുകളുണ്ട് അങ്ങനെ. പുട്ട്, PUT, വയ്ക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? പുട്ടെന്ന് തന്നെയാണ്. വച്ചു. പാസ്റ്റ് പാർട്ടിസിപ്പിളും പുട്ടെന്ന് തന്നെയാണ്. അതുപോലെ സെറ്റ്, SET, സെറ്റ്, സെറ്റ്, സെറ്റ്. കട്ട്, CUT, കട്ട്, കട്ട്, കട്ട്. നോക്കാം. അപ്പൊ ഇവിടുത്തെ ഇപ്പൊ പറഞ്ഞ സെന്റൻസിലെ മിസ്റ്റേക്ക്, ദൂരദർശൻ had telecast എന്ന് പറഞ്ഞാൽ മതി. ടെലികാസ്റ്റ് ദ ക്രിക്കറ്റ് മാച്ച് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഒരു സെന്റൻസ് പറയാം. He told to her. ശരിക്കും ശ്രദ്ധിക്കാൻ നിങ്ങള്. He told to her that he had gone to Delhi before. He told to her that he had gone to Delhi before. അവൻ മുമ്പ് ഡൽഹിയിൽ പോയിട്ടുണ്ടെന്ന് അവളോട് പറഞ്ഞു എന്നാണ് ആ വാക്യത്തിന്റെ മീനിങ്. പക്ഷെ ഇംഗ്ലീഷ് വാക്യത്തിലെ ഈ മിസ്റ്റേക്ക് എന്താണ്? He told to her. To വേണ്ട, told her. Tell എന്ന വാക്കിന് ശേഷം ഒരിക്കലും to എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കരുത്. He told her. No, he told her. അവൻ അവളോട് പറഞ്ഞു. അപ്പൊ സ്മിത ഷീബയോട് പറഞ്ഞു എന്ന് നമ്മൾ എങ്ങനെ പറയും? സ്മിത ഷീബയോട് പറഞ്ഞു. Smita told Sheba. അത്രേ ഉള്ളൂ. സ്മിത told Sheba. Here, Sheba. സ്മിത told Sheba. told to Sheba എന്ന് പറയരുത്. told Sheba. ഇനി എന്താണോ പറഞ്ഞത് അത് അതിനുശേഷം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സ്മിത ഷീബയോട് പറഞ്ഞു. സ്മിത told Sheba. ഇപ്പൊ ഹെലൻ സഫിയയോട് പറഞ്ഞു എന്നപ്പോ എങ്ങനെ പറയും? Helen told Sophia. Yes, Helen told Sophia. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യം പറഞ്ഞു എന്ന് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോൾഡ് എന്ന വേർഡ് ഉപയോഗിക്കുക. പക്ഷെ അതിനോടൊപ്പം ടു, ഫ്രം അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. പ്രപ്പോസിഷൻസ് ഉപയോഗിക്കരുത്. അപ്പോ ഈ വാക്യം he told her that he had. ഉപയോഗിക്കാൻ പാടില്ലല്ലോ. പ്രപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ? പറ്റില്ല. ടോൾഡ് കഴിഞ്ഞാൽ ഒരു പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ട. ടോൾഡ് കഴിഞ്ഞാൽ അടുത്ത ഓബ്ജക്റ്റ് ഏതാണോ അത് തരുക. നെക്സ്റ്റ് അടുത്തൊരു വാക്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എ ഡോഗ് ബൈറ്റഡ് മീ യെസ്റ്റർഡേ. അല്ലെങ്കിൽ എ ഡോഗ് ബൈറ്റഡ് അഖിൽ യെസ്റ്റർഡേ. അഖിലിനെ ഇന്നലെ ഒരു പട്ടി കടിച്ചു. എന്താണ് ആ വാക്കിന്റെ മിസ്റ്റേക്ക്? ബൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അവിടുത്തെ മിസ്റ്റേക്ക്. ബൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ബിറ്റ് എന്നാണ്. അപ്പൊ ആ വാക്യം നമ്മൾ എങ്ങനെ പറയും ശരിയായ രീതിയിൽ? ബിറ്റ് അഖിൽ യെസ്റ്റർഡേ. ബൈറ്റിന്റെ ശ്രദ്ധിക്കുക. ബൈറ്റ് കടിക്കുക, ബിറ്റ് കടിച്ചു. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബിറ്റൺ എന്നാണ്. BITTEN. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പട്ടി അഖിലിനെ കടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും? ഒരു പട്ടി അഖിലിനെ കടിച്ചിട്ടുണ്ടായിരുന്നു. അഖിൽ ഹാർഡ്. ആ, അഖിൽ ഹാർഡ്. a dog had bitten Akhil some time ago. അപ്പൊ ശ്രദ്ധിക്കുക,
ബൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബിറ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബിറ്റ് ആണ്. അപ്പൊ ബൈറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിൽ നിങ്ങളൊരു സെന്റൻസ് ആദ്യം പറയാം, എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അഖില പറയാമോ? അല്ലെ ശരണ്യ പറയാം? എന്താ സാറേ പറഞ്ഞൊന്ന് പറയാം. ബൈറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മലയാളത്തിൽ ഒരു സെന്റൻസ് പറയണം. കടിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. അയ്യോ, കടിക്കുകയാ. എങ്ങനെ പറയും? സ്മിത, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പറയാൻ? She cat bit a Ramu. The cat Bit a Ramu. bit. പൂച്ച കടിച്ചു ആരെ? Ramu. രാമു എന്ന് പറയരുത്. അതായത് ദ കാറ്റ് ബിറ്റ് രാമു എന്ന് പറഞ്ഞാൽ പൂച്ച രാമുവിനെ കടിച്ചു. പൂച്ച രാമുവിനെ കടിച്ചിട്ടുണ്ടായിരുന്നു എന്നപ്പോ നിങ്ങൾ എങ്ങനെ പറയും? The cat had bitten Ramu. Yes, a cat had bitten Ramu. രാമു. അപ്പൊ നമ്മൾ മലയാളത്തില് ഒരു വാക്യം ഉണ്ടാകും. ഒരു പൂച്ച എന്ന് പറയില്ല അല്ലെ? ഒരു പൂച്ച. എ കാറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. എ കാറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ കാറ്റ്സ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ എ കാറ്റ് എന്ന് നമ്മൾ പ്രത്യേകം പറയുകയാണെങ്കിൽ ഒരു പൂച്ച എന്ന അർത്ഥത്തിൽ പറയാം. സാധാരണ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയല്ലേ പറയുള്ളൂ, പൂച്ച രാമുവിനെ കടിച്ചു എന്നല്ലേ പറയുള്ളൂ. ബട്ട് അത് ഇംഗ്ലീഷിൽ പറയേണ്ടതുണ്ടെങ്കിൽ എ കാറ്റ് ബിറ്റ് രാമു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 liters are not enough to paint this room. 3 liters are not enough to paint this room. എന്താണ് ഈ വാക്യത്തിലെ മിസ്റ്റേക്ക്? 3 liters are not enough to paint this room. നമുക്ക് മുന്നേ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സെന്റൻസ് ക്ലിയർ ആയില്ല. 3 liters are not enough to paint this room. Paint, P-A-I-N-T, paint. Paint അടിക്കുക ആണോ സാറേ? അതിലെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് അഥവാ ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് മണി, ഇവയ്ക്ക് ശേഷം നമ്മൾ സിംഗുലർ വെറുതെ ഉപയോഗിക്കാവുള്ളൂ. അപ്പൊ ഈ വാക്യം നമ്മൾ അങ്ങനെ ശരിയായ രീതിയിൽ എഴുതാൻ പറ്റും. 3 liters is not enough. Are not ഉപയോഗിക്കരുത്. 3 liters is not enough to paint this room. നമ്മൾ സാധാരണ പറയുമ്പോ 20 rupees are not much എന്ന് പറയരുത്. 20 rupees is not much. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ സം കോമൺ ഇറേഴ്സ് ആണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. കൂടാതെ ഇതുപോലെ ധാരാളം ഇറേഴ്സ് തന്നെ ഉണ്ട്. ഓക്കെ, നോക്കാം.
കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തരാം. നമുക്കിപ്പോ അടുത്ത ഒരു ഭാഗത്തേക്ക് എടുക്കാം. നമ്മൾ സ്ട്രക്ചേഴ്സിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഡയറക്റ്റ് ഓബ്ജക്റ്റ് അടങ്ങുന്ന സെന്റൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? വെർബിനോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്താണോ അതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇപ്പോ the principal punished the boy. The principal punished whom? The boy. The boy ആണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പൊ അവിടെ ഇരിക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ഒരു സ്ട്രക്ചറിലേക്ക് എടുക്കാം. നോക്കൂ, ചില വെർബുകൾക്ക് ശേഷം സാധാരണ ഓൺ, ഓഫ്, OFF, അതുപോലെ എവേ, അപ്പ്, ഇൻ എന്നീ വാക്കുകൾ അതിനെ പിന്തുടരാറുണ്ട്. ഈ പറഞ്ഞ വാക്കുകളെ നമ്മൾ പാർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കാം, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്, പിന്നെ ഇതുപോലെ ഒരു പാർട്ടിക്കിൾ, ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോ സ്മിത ഒരു തൊപ്പി ധരിച്ചു എന്ന് നമുക്ക് പറയണം. നമ്മൾ എങ്ങനെ പറയും? സ്മിത രണ്ട് രീതിയിൽ നമുക്ക് പറയാം. പക്ഷെ പുട്ട് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് പറയേണ്ടത്. സ്മിത പുട്ട് എ ഹാറ്റ് അല്ലെങ്കിൽ ഹെർ ഹാറ്റ് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയർ, ധരിക്കുക. ഫ്രൈസൽ വെർബ്സ് എന്ന് നമ്മൾ പറയുവേ. എന്താ ഫ്രൈസൽ വെർബ് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്താന്ന്? ഒരു വെർബ്, ഒരു ക്രിയ, ആ ക്രിയയോടൊപ്പം ഇതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ചേർക്കും അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷൻ ചേർക്കും. അപ്പൊ നമുക്ക് പുതിയൊരു വേർഡാണ് കിട്ടുന്നത്. ആ വേർഡിനെയാണ് നമ്മൾ എന്ത് പറയണത്? പ്രൊപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പൊ പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വയ്ക്കുക അല്ലെ. ബട്ട് ഓൺ നീ അർത്ഥം എന്തായി? പുട്ട് ഓൺ, അർത്ഥം മാറി, ധരിക്കുക എന്നായി. പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്, PASS, കടന്നു പോവുക അല്ലെങ്കിൽ കൈമാറുക. ബട്ട് അതിൻ്റെ കൂടെ എവേ എന്ന് പറഞ്ഞാലോ? പാസ് അവേ. പാസ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഉണ്ടോ? അതുപോലെ ധാരാളം വാക്കുകളുണ്ട്. ഫ്രൈസൽ വെർബ്സ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. അപ്പൊ പുട്ടോൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. ബ്രിങ് എന്ന വാക്ക് കേട്ടിട്ടില്ല നിങ്ങൾ? BRING, ബ്രിങ്. എന്താ ബ്രിങ്ങിന്റെ മീനിങ്? കൊണ്ടുവരിക, കൊണ്ടുവരിക. ബട്ട് അതിനോടൊപ്പം അപ്പ് എന്ന് ചേർക്കണം, ബ്രിങ് അപ്പ്. ബ്രിങ് എന്ന വാക്കുമായി യാതൊരു ബന്ധമില്ല അതിന്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. വളർത്തുക. ഇപ്പൊ റിജോ 4 പട്ടികളെ വളർത്തി, നമ്മളെങ്ങനെ പറയും? റിജോ 4 പട്ടികളെ വളർത്തി. റിജോ ബ്രിങ് അപ്പ് അല്ല, വളർത്തി. ബ്രിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണ്ടേ? റിജോ brought up 4 dogs. റിജോ 4 പട്ടികളെ വളർത്തി. അപ്പൊ ഇതുപോലെ അതുപോലെ നമ്മൾ അവർ ഡോക്ടറെ വിളിച്ചു. They called the doctor in.
They called the doctor in. അപ്പോ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. സബ്ജക്ട് റിജോ സബ്ജക്റ്റ് ആണ്. ബ്രോട്ട് എന്നുള്ളത് വെർബാണ്. ഫോർ ഡോഗ്സ് എന്നുള്ളത് ഓബ്ജക്റ്റ് ആണ്. അപ്പ് എന്നുള്ളത് പാർട്ടിക്കിൾ ആണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില സ്ട്രക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തതാണ് സബ്ജക്റ്റ്, പിന്നെ അതിനുശേഷം വെർബ്, പിന്നെ അടുത്തതായിട്ട് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് പ്ലസ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അത് പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട്. സാധാരണ ശ്രദ്ധിക്കാം, അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാലേ നിങ്ങൾക്ക് വ്യക്തമാവുള്ളൂ. ദിസ് ഓർഡർ is preferred when indirect object is shorter than the direct object. പറയാം, നോക്കാം. ഞാനൊരു വാക്യം പറയാം. പ്രസിഡന്റ് ഗോപികയ്ക്ക് ഒരു ഗോൾഡ് മെഡൽ സമ്മാനിച്ചു. പ്രസിഡന്റ് ഗോപികയ്ക്ക് ഒരു ഗോൾഡ് മെഡൽ സമ്മാനിച്ചു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വാക്യം നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ദ പ്രസിഡന്റ്. സമ്മാനിച്ചു എന്നുള്ളതിനെ നമ്മൾ അവാർഡഡ്, അല്ലെ? ദ പ്രസിഡന്റ് അവാർഡഡ്. വെർബ് എഴുതി. ആർക്കാണ്? ഗോപികയ്ക്ക്. അപ്പൊ ദ പ്രസിഡന്റ് അവാർഡഡ് ഗോപിക എ ഗോൾഡ് മെഡൽ. ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദ പ്രസിഡന്റ് അവാർഡഡ് എ ഗോൾഡ് മെഡൽ ടു ഹൂം. ആർക്കാണ് കൊടുത്തത്? പ്രസിഡന്റ് ആർക്ക്? ടു ഹൂം എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണോ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ദ പ്രസിഡന്റ് awarded Gopika a gold medal. President awarded the gold medal to whom or for whom? Gopika. Gopika എന്നുള്ളതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. മിക്കവാറും ഒരു വാക്യത്തിലെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് വ്യക്തികളോ അല്ലെങ്കിൽ വ്യക്തിയോ ആയിരിക്കും. ഞാൻ പറയാണ്, സ്മിത, I shall give you a present. I shall give you a present. ഇവിടെ നോക്കാം. I shall give a present to whom? ഞാൻ ഒരു സമ്മാനം നൽകും. ആർക്ക്? ടു whom എന്ന് പറഞ്ഞാൽ ആർക്ക്? ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താ? സ്മിത. സ്മിത. അപ്പൊ സ്മിതയാണ് ആ വാക്യത്തിലെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് മനസ്സിലാക്കാനുള്ള മാർഗം ഇതാണ്. വെർബ് ഉണ്ടല്ലോ, അതിനോട് നിങ്ങൾ ടു ഹൂം എന്നോ അല്ലെങ്കിൽ ഫോർ ഹൂം എന്നോ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഉണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സഫിയ എന്നോട് രസകരമായൊരു കഥ പറഞ്ഞു. ഈ വാക്യം നിങ്ങൾ എങ്ങനെ പറയും? സഫിയ എന്നോട് രസകരമായ ഒരു കഥ പറഞ്ഞു. ഈ വാക്യം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം വാക്കുകൾ നിങ്ങളുടെ മനസ്സിലോടിയെത്തണം, പിന്നെ ഈ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ പറയേണ്ടത് എന്തായിരിക്കും? സഫിയ പറഞ്ഞു എന്നുള്ളതിന് ടോൾഡ് വെർബ്. ആരോട്? എന്നോട്. ടു ഹൂം? എന്നോട്. മീ, അല്ലെ? സഫിയ ടോൾഡ് മീ വാട്ട്? ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇവിടെ ടോൾഡ് മീ എന്നുള്ളതാണ് അവിടുത്തെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്.
ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്നുള്ളതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പൊ മനസ്സിലായോ? ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. വെർബിനോട് നിങ്ങൾ ടു ഹൂം എന്നോ അല്ലെങ്കിൽ ഫോർ ഹൂം എന്നോ ചോദിച്ചാൽ കിട്ടുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എപ്പോഴും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിരിക്കാം. നോക്കൂ ഇവിടെ, ദ ടീച്ചേഴ്സ് wished the boys all success. The teachers wished the boys all success. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ടീച്ചേഴ്സ് wished all success for whom? ടീച്ചേഴ്സ് ആ ആൺകുട്ടികൾക്ക് എല്ലാ വിജയവും ആശംസിച്ചു. Teachers wished all success for whom? The boys. Boys ആണ് അവിടുത്തെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്. നോക്കാം. അപ്പൊ ഇതൊരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ നിങ്ങൾ എഴുതി വെക്കാൻ എക്സാമ്പിൾ എഴുതണം. അതുപോലത്തെ എക്സാമ്പിൾ നിങ്ങൾ സ്വയം കൺസ്ട്രക്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എഴുതുമ്പോൾ സബ്ജക്റ്റ് ആദ്യം, പിന്നെ വെർബ്, അതിനുശേഷം ഡയറക്റ്റ് ഓബ്ജക്റ്റ്, പിന്നെ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്, അതിനുശേഷം ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാണ്. ദ പ്രസിഡന്റ് അവാർഡഡ് ഗോപിക എ ഗോൾഡ് മെഡൽ. ആ വാക്യം നമുക്ക് ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് മാറ്റിക്കൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. ദ പ്രസിഡന്റ് അവാർഡഡ് എ ഗോൾഡ് മെഡൽ ടു ഗോപിക. ഉണ്ടോ? ഗോപിക എന്ന ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് അവസാനം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് മുന്നിൽ പ്രപ്പോസിഷൻ ഉപയോഗിച്ചോളൂ. നോക്കാം ഇവിടെ. ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അവൻ മിഠായി വിതരണം ചെയ്തു. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും അവൻ മിഠായി വിതരണം ചെയ്തു. നമ്മൾ എങ്ങനെ പറയും? സെന്റൻസ് പറയുമ്പോൾ ആദ്യം തന്നെ അവൻ, അല്ലെ? ഹി, വെർബ് വിതരണം ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി ഡയറക്റ്റ് ഓബ്ജക്റ്റ് ഉപയോഗിക്കുക, സ്വീറ്റ്സ്. ഹി ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് ടു all the students in the class. He distributed seeds to all the students in the class. ആ ടു ഇല്ലാണ്ട് നമുക്ക് ഈ വാക്യം എങ്ങനെ പറയാൻ കഴിയും? He distributed all the boys in the class sweets. ആ വാക്യം പറയുന്നത് ഈ രീതിയിലാണ് നല്ലത്. ടു ഉപയോഗിച്ച് പ്രപ്പോസിഷൻ ഉപയോഗിച്ചിട്ട് പറയാനാണ് നല്ലത്. So, I don't lend books to anybody. I don't lend my books to anybody. ഞാൻ എൻ്റെ പുസ്തകം ആർക്കും കൊടുക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് പറയാണ്. സബ്ജക്ട് കഴിഞ്ഞാൽ വെർബ്, പിന്നെ അതിനുശേഷം ഡയറക്റ്റ് ഓബ്ജക്റ്റ്. ഡയറക്റ്റ് ഓബ്ജക്റ്റ് നിങ്ങൾ വെർബിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രപ്പോസിഷൻ ഉണ്ടായിരിക്കണം. അതിനുശേഷം മിക്കവാറും ടു അല്ലെങ്കിൽ ഫോർ എന്നിങ്ങനെയുള്ള പ്രപ്പോസിഷൻസ് ആയിരിക്കും. എന്താ ഇപ്പൊ ഞാൻ പറയാണ്,
സ്മിത ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ ഉണ്ടാക്കി തന്നു. നമുക്ക് എങ്ങനെ പറയാൻ കഴിയും വാക്യം? prepare tea. സ്മിത prepared prepared or made coffee. A coffee എന്ന് പറയരുത്. സ്മിത prepared coffee All students. for കണ്ടാ സ്മിത prepared coffee for all of us. നമുക്ക് എല്ലാവർക്കും എന്നർത്ഥം കിട്ടാൻ നമ്മൾ എന്താ പറയണത്? all of us. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് നമ്മളപ്പോ എങ്ങനെ പറയും? for all of you. അവർക്കെല്ലാവർക്കും നിങ്ങൾ എങ്ങനെ പറയും? സ്മിത all of them. സ്മിത അവർക്ക് എല്ലാവർക്കും ചായ അല്ലെങ്കിൽ കാപ്പി തയ്യാറാക്കി കൊടുത്തു. നമ്മൾ എങ്ങനെ പറയും? സ്മിത made coffee for all of them. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് പിന്നെ വെർബ് പിന്നെ ഒരു ഡയറക്റ്റ് ഓബ്ജക്റ്റ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു പ്രൊപ്പോസിഷൻ ഉണ്ടായിരിക്കണം. അതിനുശേഷമാണ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. നോക്കാം. നെക്സ്റ്റ്, ഈ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ? ടാഗ് ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻ ടാഗ്സ് പറഞ്ഞതാണോ നിങ്ങളോട്? ക്വസ്റ്റ്യൻ ടാഗല്ലേ? ഉണ്ടാകല്ലേ? അതെ, പറഞ്ഞതാ. സാറ് എക്സാമിന് വരുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് സാറ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുവോ? കൊണ്ടുവരാം. അത് എക്സാമിന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച ഈ ഗ്രാമർ പോർഷൻസ് ഇല്ലേ, ആ പോർഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോ ശരിയായിട്ട് എല്ലാ ഭാഗത്തുനിന്നും കുറച്ച് ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് ആ 5 ക്വസ്റ്റ്യൻസ് തരണില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നമ്മളെ ഫങ്ഷണൽ ഗ്രാമർ എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സംഭവം നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നിങ്ങളിപ്പോ ആദ്യം തന്നുകൊണ്ടിരിക്കണം. അത് ശരിക്കും വെൽ വേഴ്സ്ഡ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഭവം കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ ടെൻസുകൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളോട് ചോദിക്കണ ഒരു ടെൻസിൽ ഒരു സെന്റൻസ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് തയ്യാറായിരിക്കണം. അപ്പൊ അതിനെന്ത് വേണം? ടെൻസ് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇംഗ്ലീഷില് ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാം. അപ്പൊ പറയാം, ഹൗ എബൌട്ട് ഓർ വാട്ട് അബൌട്ട്. ശ്രദ്ധിക്കേട്ടാണല്ലോ, ഹൗ എബൌട്ട് ഓർ വാട്ട് അബൌട്ട് എന്ന ഒരു പ്രയോഗമുണ്ട് ഇംഗ്ലീഷ്. ഇത് ഹൗ അബൌട്ട് അല്ലെങ്കിൽ വാട്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്, നമുക്ക് അങ്ങനെ ആയാൽ എന്താ എന്ന് അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനാണ് നമ്മൾ ഹൗ അബൌട്ട് ഓർ വാട്ട് അബൌട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ് ഹൗ എബൌട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ING ഫോമേ ഉപയോഗിക്കാവൂ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഹൗ എബൌട്ട് ഗോയിങ് ഫോർ എ മൂവി ടുനൈറ്റ്. How about going for a movie tonight? Oh,
ഇന്ന് രാത്രി നമുക്കൊരു സിനിമയ്ക്ക് പോയാൽ എന്താ ചോദിക്കാറില്ല നമ്മൾ സാധാരണ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മൾ ഹൗ അബൌട്ട് ഓർ വാട്ട് അബൌട്ട് പ്ലസ് ജെറണ്ട് ഉപയോഗിക്കും. ഉണ്ടോ? അടുത്ത ആഴ്ച നമുക്ക് ഒരു പിക്നിക്കിന് പോയാൽ എന്താ നിങ്ങളപ്പോ എങ്ങനെ ചോദിക്കും? വാട്ട് അബൌട്ട് എന്ന് ഉപയോഗിക്കാം, ഹൗ അബൌട്ട് എന്ന് ഉപയോഗിക്കാം. വാട്ട് അബൌട്ട്, പറയാം. വാട്ട് അബൌട്ട്, കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ ING ഫോം ഉപയോഗിക്കണം. വാട്ട് അബൌട്ട് ഗോയിങ് ഫോർ എ പിക്നിക്, വാട്ട് അബൌട്ട് ഗോയിങ് ഫോർ എ പിക്നിക് നെക്സ്റ്റ് വീക്ക്. ഉണ്ടോ? ഇവിടെ വാട്ട് അബൌട്ട് ഹൗ അബൌട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ചില സാഹചര്യങ്ങളിൽ ING ഫോം ഒമിറ്റ് ചെയ്യാറുണ്ട്, കളയാറുണ്ട്. അപ്പൊ നമ്മള് ഒരാൾക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ചായ കൊടുത്തു, ആ ഒരു ഗ്ലാസ് ചായ അയാൾ കുടിച്ചു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ചോദിക്കും ഒരു ഗ്ലാസ് കൂടി ആയാലോ? അത് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഹൗ അബൌട്ട് another cup of coffee? ഉണ്ടോ? ഹൗ അബൌട്ട് another cup of coffee? ഒരു കപ്പ് കൂടി ആയാലോ? ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അല്ലെ കുറച്ചുകൂടി കേക്കായാലോ? നമ്മളെങ്ങനെ ചോദിക്കുന്നു? എങ്ങനെ ചോദിക്കും നമ്മള്? കുറച്ചുകൂടി കേക്ക് ആയാലോ? എങ്ങനെ ചോദിക്കും? ഈ ശൈലി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചോദിക്കുന്നത്? What about? What about some more cakes? അല്ലേ? നമുക്ക് ടെന്നീസ് കളിച്ചാലോ ചോദിക്കാറില്ലേ? എങ്ങനെ ചോദിക്കും നിങ്ങള്? വാട്ട് അബൌട്ട് പ്ലേയിങ് ടെന്നീസ്? അല്ലെങ്കിൽ വാട്ട് അബൌട്ട് എ ഗെയിം ഓഫ് ടെന്നീസ്? വാട്ട് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്? അപ്പോ അങ്ങനെയായാലോ, നമുക്ക് അങ്ങനെ ആ ഒരു കാര്യം ചെയ്താലോ എന്ന് നമ്മൾ ചോദിക്കാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് വാട്ട് അബൌട്ട് ആൻഡ് ഹൗ അബൌട്ട്. ഉണ്ടോ? ഇതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് വൈ നോട്ട്. വൈ നോട്ട്. വൈ നോട്ടിന് ശേഷം ഇൻഫിനിറ്റീവ്, അതായത് ഒരു വെർബിന്റെ ആദ്യത്തെ ഫോമേ ഉപയോഗിക്കാവൂ. നമ്മൾ പറയണം, ഇപ്പൊ ഞാനൊരു വാക്യം പറയണം, വൈ നോട്ട് അറേഞ്ച് എ പാർട്ടി ഇൻ ഹിസ് ഓണർ. വൈ നോട്ട് അറേഞ്ച് എ പാർട്ടി ഇൻ ഹിസ് ഓണർ. അവന് വേണ്ടി ഒരു പാർട്ടി നടത്തിയാൽ എന്താ? എന്തുകൊണ്ട് നടത്തിക്കൂടാ? അപ്പോ അങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ ചെയ്തുകൂടാ എന്നർത്ഥം കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് വൈ നോട്ട് പ്ലസ് ഇൻഫിനിറ്റി. കാരണം നമ്മൾ മറ്റൊരാളോട് ഒരു സജഷൻ, ഒരു നിർദ്ദേശം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് വൈ നോട്ട്. നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിക്കണം, നിങ്ങൾക്ക് ഇപ്പൊ പോയാലെന്താ? അങ്ങനെ ചോദിക്കുന്നു നിങ്ങൾ. എങ്ങനെ നമുക്ക് ചോദിക്കാൻ കഴിയും? വൈ നോട്ട് ഗോ? വൈ നോട്ട് ഗോ നൗ? ഇപ്പൊ പോയാലെന്താ? അയാളെ
എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്തുകൂടാ? നമ്മളെങ്ങനെ ചോദിക്കും അത്? വൈ നോട്ട്? വൈ നോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇൻഫിനിറ്റി ഫോം, വെർബിന്റെ ആദ്യത്തെ ഫോം ഉപയോഗിക്കുക. വൈ നോട്ട് ഡിസ്മിസ് ദാറ്റ് ഫെല്ലോ? ഉണ്ടോ? അപ്പോ വൈ നോട്ട് എന്നുള്ള ഒരു ശൈലിയുണ്ട്. ഹൗ അബൌട്ട് ആൻഡ് വാട്ട് അബൌട്ട് എന്ന രണ്ട് മറ്റൊരു ശൈലിയുണ്ട്. ഈ ശൈലികൾ നിങ്ങൾ മനസ്സിലാക്കാം. ഹൗ അബൌട്ട് ഓർ വാട്ട് അബൌട്ട് കഴിഞ്ഞാൽ സാധാരണ ഒരു ജെറണ്ട് അല്ലെങ്കിൽ ഒരു ING ഫോം ഉണ്ടായിരിക്കും. എന്നാൽ വൈ നോട്ടിന് ശേഷം നിങ്ങൾ വെർബിന്റെ ആദ്യത്തെ ഫോമേ ഉപയോഗിക്കാവൂ. വൈ നോട്ട് ക്ലെയിം ഡാമേജസ് ഫ്രം ദ റെയിൽവേസ്? റെയിൽവേ നിങ്ങൾക്ക് പറ്റിയ ഡാമേജിന് എന്തുകൊണ്ട് ക്ലെയിം ചോദിച്ചുകൂടാ? ഇതാണ് പ്രയോഗങ്ങൾ. നോക്കാം. ഓക്കെ then. അതുപോലെ ക്യാൻ ബി എന്ന ഒരു പ്രയോഗമുണ്ട്. ക്യാൻ ബി അങ്ങനെ ആയിരിക്കാം എന്ന അർത്ഥത്തിലാണ്. ക്യാൻ ബി കഴിഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കും ഉപയോഗിക്കണം. ഇപ്പൊ ഹി ക്യാൻ ബി വെരി അനോയിങ്. ക്യാൻ ബി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? അനോയിങ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കണം. ഇപ്പൊ ക്യാൻ ബി പ്ലസ് അഡ്ജക്റ്റീവ് എന്ന ഒരു പ്രയോഗമുണ്ട്. ഹി കുഡ് ബി വെരി ഒബ്സ്റ്റിനേറ്റ്. അവൻ വളരെ ഒബ്സ്റ്റിനേറ്റ് ആയിരിക്കണം. അതിൽ സാധ്യതയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതോ നിങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടാറില്ലേ? അപ്പൊ നോക്കാം. നിങ്ങൾ അടുത്തായിട്ട് പിന്നെ മറ്റൊരു നല്ലൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഇതാണ്. ദ എന്ന് ഉപയോഗിക്കാദ്യം ദ മോർ, പിന്നെ സെന്റൻസിന്റെ ഒരു ഭാഗം, അടുത്തത് ദ മോർ. ഞാനൊരു വാക്യം പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ദ പ്ലസ് കമ്പാരിറ്റീവ് പ്ലസ് ദ പ്ലസ് കമ്പാരിറ്റീവ്. ഞാൻ പറയാ ഒരു വാക്യം. ഞാൻ എത്ര കൂടുതൽ നിങ്ങളോട് പറയുന്നുവോ നിങ്ങൾ അത്ര കുറച്ചേ മനസ്സിലാക്കാറുള്ളൂ. നിങ്ങൾ എങ്ങനെ ഈ വാക്യം ഇംഗ്ലീഷിൽ പറയും? ഞാൻ എത്ര കൂടുതൽ നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾ അത്ര കുറച്ചേ മനസ്സിലാക്കുന്നുള്ളൂ. ഈ വാക്യം നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ദ മോർ എന്ന് ആദ്യം ഉപയോഗിക്കുക. ദ മോർ ഐ എക്സ്പ്ലെയിൻ ടു യു. ദ മോർ ഐ എക്സ്പ്ലെയിൻ ടു യു the less you understand. അവിടെ നോക്കിയേ, ദ കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്പാരിറ്റീവ്, അതിനുശേഷം വരുന്ന ആ ദാക്ക് ശേഷം മറ്റൊരു ഫോം ലെസ് എന്ന ദ ലെസ്സർ യു അണ്ടർസ്റ്റാൻഡ്. അവൻ നിങ്ങൾ എത്ര കൂടുതൽ വായിക്കുന്നുവോ നിങ്ങൾ അത്രത്തോളം ബുദ്ധിമാനായി മാറുന്നു. നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾ എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്രത്തോളം വായിക്കുന്നുവോ നിങ്ങൾ അത്രത്തോളം ബുദ്ധിമാനായി മാറുന്നു. ഒരു സ്ട്രക്ചറാണത്. നമ്മൾ എങ്ങനെ പറയും? ദ മോർ യു റീഡ്, ദ മോർ യു റീഡ്, നിങ്ങൾ എത്ര കൂടുതൽ വായിക്കുന്നുവോ
അത്രത്തോളം ബുദ്ധിമാനാവുന്നു. ബുദ്ധിമാൻ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ശൈലി വൈസ് അല്ലെ, അതിന്റെ കമ്പാരിറ്റീവ് ഫോം ആയിട്ടുള്ള വൈസർ എന്ന് ഉപയോഗിക്കാം. The more you read, the wiser you become. No. അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്താണ്ട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ യെസ് സാർ, താങ്ക് യു. ഓക്കെ. താങ്ക് യു സർ. വേറെ ക്ലാസ് ഉണ്ടല്ലേ? ഒരു മണിക്കൂർ